ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് എത്ര വന്നു, UDFന് എത്ര വന്നു എന്നുള്ളതിലല്ല പ്രധാനം. ഒന്നും കിട്ടാതെ ഒരു പാർട്ടി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിക്ക് കേരളം പിടിച്ചടക്കാമെന്നുള്ള മോഹവും നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും? ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ സീറ്റുകളിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത്. ഇവിടെ എങ്ങും BJPക്ക് ഫുട് പ്രിൻ്റ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ല, അവർക്ക് വലിയ സ്റ്റേക്കും ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ല, അവകാശവാദവും ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ല, വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളല്ല. മറിച്ച് SDP വളരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ള ഡെമോഗ്രാഫിക് സിറ്റുവേഷനുള്ള സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വടക്കു നിന്ന് ഇങ്ങോട്ട് വ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു പോപ്പുലേഷൻ പ്രഷർ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് സീറ്റ് കിട്ടി. ഒരു സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടം തന്നെയാണ്, തീർച്ചയായിട്ടും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഈ രണ്ട് കൂട്ടരുടെയും പാത, വിജയപാത അത്ര അനായാസമൊന്നുമല്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ LDFനാണെങ്കിൽ കഴിഞ്ഞ തവണ 20 സീറ്റ് ഉണ്ടായിരുന്നതാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടി ആകെ 20 സീറ്റ്. നമ്മൾ പ്രത്യേകം നോക്കണ്ട. ആ സീറ്റാണിപ്പോൾ 17 സീറ്റായിട്ട് കുറഞ്ഞിരിക്കുന്നത്. 3 സീറ്റ് കുറഞ്ഞു. അതെ. UDFനാണെങ്കിൽ 12 സീറ്റ് ഉണ്ടായിരുന്നത്, അതാണ് ഈ പ്രാവശ്യം 10 കുറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതൊരു സ്റ്റേബിൾ സിറ്റുവേഷൻ അല്ല. മലപ്പുറത്തൊരു പഞ്ചായത്ത് ഇതാ നോക്കൂ, PV അൻവറിൻ്റെ സഹായത്തോടു കൂടി LDFൽ നിന്ന് UDF പിടിച്ചു. അതുപോലുള്ള സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അത്ര വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. BJPക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടാകേണ്ട പാലക്കാട്ടിലെയോ ഒന്നും പ്രദേശങ്ങളല്ല. പിന്നെ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ പറയാം, ബാക്കിയുള്ള സീറ്റും കൂടെ അവർ പിടിച്ചെടുക്കേണ്ടിയതായിരുന്നു. അതായത് ശ്രീവരാഹം, ആ സീറ്റിൽ വേണമെങ്കിൽ ഒരു സ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം തിരുവനന്തപുരത്ത് BJPയുടെ ഒരു സാന്നിധ്യം നന്നായിട്ടുണ്ട്. അടുത്ത തവണ V മുരളീധരൻ മേയറായിട്ട് വരാൻ തയ്യാറായിട്ടിരിക്കുക, ഉടുപ്പും തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ പോരാ. അങ്ങനെ ഒരു മേയർ, V മുരളീധരൻ മേയറാവണമെങ്കിൽ റിസൾട്ട് തിരുവനന്തപുരത്ത് അവിടുത്തെ കാര്യം മാത്രമാണ്, ഇങ്ങനെ പോരാ. ശ്രീവരാഹൻ CPIയിൽ നിന്ന് പിടിച്ചെടുക്കണമായിരുന്നു അവർ. കാരണം ഇവിടെയൊക്കെ അവരുടെ ആൾക്കാർ നല്ലപോലെ, പ്രവർത്തകർ നല്ലപോലെയുള്ള സ്ഥലങ്ങളാണ് തിരുവനന്തപുരം മുഴുവൻ. പ്രത്യേകിച്ച് ശ്രീവരാഹം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ കൂടുതൽ മെജോറിറ്റി ഉള്ള ഇടമാണ്. അവിടെ CPIക്കാരും ഇതിലൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ ധാരാളം വരും. ഒരുപാട് ബന്ധുക്കളുള്ള ഒരാൾ മത്സരിച്ച് കഴിഞ്ഞാൽ അയാളങ്ങ് ജയിച്ചു പോകും. അല്ല കമ്മ്യൂണിസ്റ്റ് ആദർശം കൊണ്ടോ അവരുടെ ഈ ദേശീയ ജനാധിപത്യ വിപ്ലവത്തിനോടുള്ള പിന്തുണ കൊണ്ടോ അല്ല ജയിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വ്യക്തിപരമായ കുറേ ബന്ധുക്കൾ നാട്ടിലുണ്ടെങ്കിൽ, കുടുംബക്കാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവരെ ജയിച്ചു പോകും. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നാലും അത് ശരിയായില്ല. അവിടെ കുടുംബ ബന്ധങ്ങളും വേരുകളും ഒക്കെ ഉള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് BJPയാണ്. അടുത്ത പ്രാവശ്യം അവർ മേയർ സ്ഥാനം എടുത്തുകൊണ്ട് പോയാൽ, അതിങ്ങെടുത്താൽ വലിയ അത്ഭുതവും ഇല്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൽ ഇവരിപ്പോൾ ഒരു ഉദാസീനത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് പഠിക്കണം, അത് ഉൾക്കൊള്ളണം, അതിൽ ആത്മപരിശോധന നടത്താൻ തീർച്ചയായിട്ടും BJPക്ക് ബാധ്യതയുണ്ട്. പിന്നെ SDPI ഇങ്ങോട്ടും കടന്നു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് SDPI കടന്നു വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. വലിയൊരു ഭീകര അന്തരീക്ഷം. അതെ, PF തന്നെയാണ് ഈ SDP ആയിട്ട് പുനരവതരിക്കുന്നത്. നമ്മളീ പറഞ്ഞ പോലെ രാജ്യത്തിനെതിരായിട്ടുള്ള മെഷീനറികളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഉള്ള പത്രവും ചാനലും ഒക്കെ അവർ നടത്തുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശീതളച്ചായി, അതിൻ്റെ ദുരുപയോഗവും ഭരണഘടനയുടെ ലംഘനവുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂറില്ലെന്നും പറഞ്ഞ്, രാജ്യത്തോട് കൂറില്ലെന്നും പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഭരണഘടന ഒരിടത്തും പറഞ്ഞിട്ടില്ല. വന്ന് രാജ്യവിരുദ്ധം എന്നൊരു വകുപ്പ് തന്നെ ഇല്ലത്. അപ്പോൾ അതുകൊണ്ട് ആ തണലിൽ അവർ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. അത് വളരെ അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇവരുടെ ഒരു സാന്നിധ്യം കൂടുതലാകും. SDPIയുടെ സാന്നിധ്യം കൂടാനുള്ള വളരെ കാരണം പണമുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിലൂടെ ബാങ്ക് വഴിയല്ലാത്ത സഹായധനം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വീടുകൾക്ക് മുമ്പിൽ കൊണ്ടുപോയി പണം വയ്ക്കുന്ന പരിപാടികളുമുണ്ട്. ശരീഅത്ത് മോഡലിലുള്ള വിചാരണകൾ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വയനാട്ടിലെ ഭൂരിപക്ഷം കൂടിയത് തന്നെ അവരുടെ കഴിവുകൊണ്ടാണ് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ BJPയെ എങ്ങനെ തകർക്കണമെന്ന് വെച്ചാണ് അവരിയ്ക്കുന്നത്. BJPയെ തകർക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തെ UDFുമായിട്ട് LDFുമായിട്ട് രണ്ടുമായിട്ടും തരാതരം പോലെ കൂട്ടിച്ചേരാൻ മടിക്കാത്ത, ഈ അർജുനെ കൊല്ലുക എന്നുള്ളതാണ് ഏക ലക്ഷ്യമെന്ന് കർണൻ കരുതിയതുപോലെ BJPയെ തകർക്കുക എന്നുള്ളത് ഏക ലക്ഷ്യമായിട്ട് കരുതുന്ന ഒരേ ഒരു പാർട്ടി ഇപ്പോൾ SDP ആണെന്ന് ഓർക്കണം. CPMന് പോലുമല്ല. പ്രകാശ് കാരാട്ട് വീണ്ടും നേതൃത്വത്തിലേക്ക് വന്നതോടുകൂടി
ഇതൊരു ഫാഷിസ്റ്റ് കക്ഷിയല്ലെന്ന് അവർ പറയുന്നു, വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രകാശ് കാരാട്ടിൻ്റെ നിലപാട്. നേരത്തെയും ജനാധിപത്യപരമായിട്ട് നിലനിൽക്കുന്ന പാർട്ടിയാണത്, ഫാഷിസ്റ്റ് അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പോലെയുള്ളൊരു സംഘടന തന്നെയാണ് BJP എന്നാണ് വരുന്നത്. സഖ്യമുണ്ടാക്കുന്നതിൽ വിരോധമില്ലെന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മോദിയെ എതിർക്കുമ്പോൾ തന്നെ ആണ് പ്രകാശ് കാരാട്ടിൻ്റെ ശരിയായിട്ടുള്ള സമീപനം. പക്ഷേ SDPI എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട്. ഇവിടുത്തെ ജനാധിപത്യവും ഭരണഘടനയും ഒന്നുമല്ല അവരുടെ പ്രശ്നം, ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം എന്നുള്ളതാണ്. അതിന് അടിത്തറയിടുകയാണ് അത് ചെയ്യുന്നത്. അവിടെയാണ് ഈ കുഴപ്പം വരാൻ പോകുന്നത്. ഹിന്ദു രാഷ്ട്രമല്ല BJPയുടെ ലക്ഷ്യം എന്നുള്ളത് പ്രകാശ് കാരാട്ട് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ SDPIയുടെ ലക്ഷ്യം എക്കാലത്തെയും ഹിന്ദു രാഷ്ട്രം തന്നെ, ഹിന്ദു വിരുദ്ധ ഇസ്ലാമിക രാഷ്ട്രം. ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമായാലും കുഴപ്പമില്ല. ഇപ്പോൾ അബുദാബി, ഒമാൻ, ഇതൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെയാണ്, ഏതാണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലല്ലേ നമ്മൾ കേരളത്തിൽ നിന്നുള്ള നല്ലൊരു പങ്ക് പോയി കഴിയുന്നില്ലേ? അതെ, ഇറാൻ പോലും, ഇറാനും എന്ത് സൗഹാർദ്ദത്തിലാണ് ഇന്ത്യ കഴിയുന്നത്? ഒരു പ്രശ്നവുമില്ലല്ലോ. ബംഗ്ലാദേശുമായിട്ട് എന്ത് സൗഹാർദ്ദത്തിലായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത്? അപ്പം അത് പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ ഈ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാതാക്കളെന്ന് പറയുമ്പോൾ അത് വലിയ പണ്ടത്തെ ഈ നമ്മുടെ മാപ്പിള ലഹള എന്ന് പറയുന്ന ഇപ്പോൾ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട ആക്രമണ കാലത്ത് കോൺഗ്രസ്സുകാർ പോലും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടല്ലോ. മഹാകവി കുമാരനാശാന് പോലും അതൊരു ദുരവസ്ഥയാണെന്ന് തോന്നിയല്ലോ, ഇല്ലേ? അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്കുള്ള പോക്കായിരിക്കും അത്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പോക്കാണ്. മാധ്യമങ്ങളുണ്ട്, ചാനലുണ്ട് എന്നതുകൊണ്ട് അതവരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എതിർത്ത് പറയാൻ ശക്തിയുള്ള ആൾക്കാരും SDPIക്ക് ഇവിടെ പലയിടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അല്ലേ? വിജയം ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ വോട്ട് വർദ്ധിപ്പിച്ചു കാണും. വോട്ട് അവർ ക്രമേണ ഇങ്ങനെ അവർ വളരെ പ്ലാൻഡായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ മോദി ശ്രമിക്കുമ്പോൾ 2047 തന്നെ ഇന്ത്യ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഇറാൻ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം. ആ ശ്രമത്തിൽ അവരത്ര പരാജയപ്പെടുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. ആ തരത്തിലാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. SDPIക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ എന്നുള്ളതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഡെമോഗ്രാഫിക് പ്രഷറിൽ അവർക്ക് അനുകൂലമാവാവുന്ന പല സീറ്റുകളും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. എന്നിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അതിൻ്റെ പ്രസക്തി ഇവിടെ വ്യക്തമാക്കുന്നു. ഈ മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ ഈ സീറ്റുകളെല്ലാം SDPI ആണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വളരെ പണ്ട് VM സുധീരൻ ഒരിക്കൽ പറഞ്ഞതാണ്, മുസ്ലിം ലീഗിന് വളരെ പ്രസക്തി ഉണ്ട്. അതാണ് അതിൻ്റെ പ്രസക്തി. ഇതാണ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പലപ്പോഴും അവർക്ക് കഴിയുന്നു ഉണ്ടെന്നുള്ളത്. പക്ഷേ ലീഗ് ഒരു മതേതര സ്വഭാവം പുലർത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്ക് സന്ധി ചെയ്യേണ്ടി വരുന്നു. അല്ല, പിന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും സ്വഭാവമാണ് മുസ്ലിം ലീഗ് വെച്ച് പുലർത്തുന്നത് എന്ന് പറയുന്നത്. അതെ, അത് SDPI സഹായിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേടാനും. ഇപ്പോൾ PC ജോർജിനെ തന്നെ ഈ തരത്തിൽ കേസ് മുറുക്കി അറസ്റ്റിലേക്ക് കൊണ്ടുപോയതിൻ്റെയൊക്കെ പിന്നിൽ ആരാ? പിണറായി വിജയന് അതിനകത്ത് മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര രൂക്ഷമായിട്ട് ക്രൂരമായിട്ട് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരാളിനെ പിടിച്ച് ജയിലിലിടുമായിരുന്നു വളരെ ക്രൂരമായിട്ട്. ഇങ്ങനെ ആരോടെങ്കിലും കാട്ടിയിട്ടുണ്ട്? ഇതിനേക്കാൾ കൂടുതൽ ആയിട്ട് ഇവിടെ ഗണപതി എന്ന് പറയുന്ന മിത്താണെന്ന് പറഞ്ഞത് ഇതിനേക്കാൾ പ്രകോപനം ഉണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്ന, ഒരു മതത്തിനെ മുറിവേൽപ്പിക്കുന്ന, വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന കാര്യമായിരുന്നു. എന്ത് നടപടിയാണ് ഉണ്ടായത്? അതുപോലെ തന്നെ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതാ നോക്കൂ, നമ്മുടെ നീലലൗഹിത ദാസൻ നാടാരുടെ ഭാര്യ സീതയെ ഉപേക്ഷിച്ച ശ്രീരാമനെ എന്തിനാണ്, അയാളൊരു വില്ലനാണ്, അയാളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് പച്ചയായിട്ട് പറഞ്ഞു. എന്ത് നടപടിയാണ് ഉണ്ടായത്? ഒരു വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഒരു നടപടിയും ഉണ്ടായിട്ടില്ലല്ലോ. അതായത് മലയാള മനോരമ അവിടെ പന്തല്ലൂർ ആ ക്ഷേത്രത്തിൻ്റെ 400 ഏക്കർ സ്ഥലം സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. ഒരു മതവിഭാഗത്തെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെ അല്ലേ അതും? അങ്ങനെയല്ലേ കണക്കാക്കട്ടെ? എന്ത് നടപടിയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള ഈ മതവിദ്വേഷത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളും വാക്കുകളും ഒക്കെ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പല തലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത്? ഒരു നടപടിയും ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ MT വാസുദേവൻ നായരെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? വെളിച്ചപ്പാടിനെ കൊണ്ട് ദേവീ വിഗ്രഹത്തിൽ കാർക്കിച്ച് ദുഃഖിച്ചപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? മതവിദ്വേഷം ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ സമീപനങ്ങളിൽ വ്യത്യാസമുണ്ട്, ഇരട്ടത്താപ്പുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.